ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം നമ്മളുടെ ഓഫർ ഇത്രയും സക്സസ് ആക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. എനിക്ക് ഇടയ്ക്ക് കൂടെ ഒക്കെ വന്ന് നിങ്ങളോട് താങ്ക്സ് പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ എന്താ പറയുക, വീഡിയോ ഷെയർ ചെയ്യുന്നവരുടെയൊക്കെ ഞാൻ ദീപവേ പറയാമെന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ഞാൻ എറണാകുളം ഹോസ്പിറ്റലിലായിരുന്നു. അതാണ് വീഡിയോയിൽ പോലും എന്നെ അങ്ങനെ നിങ്ങൾ കണ്ടില്ല അല്ല. ഈ ഓഫർ സമയത്ത് വേറെ എൻ്റെ കുട്ടികളെയൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓഫറിൻ്റെ സ്ഥലത്ത് നിന്നൊക്കെ എടുക്കാൻ പറ്റും. എനിക്കതൊന്നും എടുത്ത് നിങ്ങളെ മുന്നിലൊന്നും വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. കുട്ടികളും തിരക്കായി പോയി, അറിയാമല്ലോ, അവരോരോ ബിസിയാണ്. ഓണത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ ഈ ഒരു ഓഫറും പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ വലിയ ഷോപ്പ് തുടങ്ങിയണൊക്കെ, അതായത് വെഡ്ഡിങ്ങിൻ്റെ വലിയൊരു ഷോപ്പ് തുടങ്ങിയണൊക്കെ ആദ്യമായിട്ടാണ് നമുക്ക് ഓണം വരുന്നത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് നൽകാം, എൻ്റെ കുട്ടികളും ഞങ്ങളും കൂടെ പ്ലാൻ ചെയ്തിട്ട് നല്ല ഐറ്റംസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളുടെ അടുത്ത് ഒരു 100 രൂപയുടെയോ 200 രൂപയുടെയോ 190 രൂപയുടെയൊക്കെ ഐറ്റംസ് വെച്ചുകൊണ്ട് ഞാനൊരു ഓഫർ പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള നല്ല ഐറ്റംസും ക്വാളിറ്റിയുള്ള ഐറ്റംസും നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്ത ഐറ്റംസും വെച്ചിട്ടാണ് നമ്മൾ ഓഫർ കറക്റ്റ് ചെയ്തത്. അത് കിട്ടിയവർക്കും അറിയായിരിക്കാം അല്ലേ, എടുത്തവർക്കൊക്കെ മനസ്സിലായി കാണും അത് അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. ചിലർക്ക് ചിന്തിച്ച് കാണും ഇത് വിലക്കുറവ്, അതായത് 200-ൻ്റെയും 100-ൻ്റെയൊക്കെ കിട്ടിയില്ല എന്ന് വിഷമിച്ചവർക്ക് വേണ്ടി ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഒരു സംഭവമേ ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു ഓഫർ ഞാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് പർച്ചേസ് ചെയ്ത്, ഓഫറാണ് അറിഞ്ഞിട്ട് പോലും വന്ന് ഓഫറിന് വേണ്ടി മാത്രം പർച്ചേസ് ചെയ്യാൻ വന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് മെസ്സേജ് ഞാൻ വായിച്ചു, ദൂരെ ആയതുകൊണ്ട് എത്താൻ പറ്റുന്നില്ല, പ്ലീസ് ഓൺലൈനിലും കൂടെ ഒക്കെ ഓഫർ തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ പതുക്കെ കൊണ്ടുവരട്ടെ. എൻ്റെ ഹെൽത്ത് ഒന്ന് കറക്റ്റായി വരുന്നതോറും ഞാനത് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്നലെ കൂടി ഞാൻ പറഞ്ഞത് വടകരയിൽ നിന്നുള്ളൊരു കസ്റ്റമർ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യുകയാണ് കേട്ടോ, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി സന്തോഷം. റൂം എടുത്തിട്ട് അവർ താമസിക്കുകയാണ്. ഇന്ന് ഫുൾ അവർ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. നിങ്ങൾ നൽകുന്ന സപ്പോർട്ട്, എത്രയോ ഷോപ്പുകൾ കടന്നിട്ട് നിങ്ങൾ നമ്മളെ തേടി നമുക്ക് വേണ്ടി വന്നു, എന്നിട്ട് പോകാൻ നേരത്ത് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത് കാണുമ്പോഴും സന്തോഷമാണ് കേട്ടോ. പിന്നെ എന്താ ഓഫർ, അന്നേരം നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് 20%, 30%, 40%, 50%, അങ്ങനെ ഒരു കാറ്റഗറിയിലായിരുന്നു നമ്മൾ അന്ന് ഓഫർ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് നൽകിയിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ 5 ദിവസത്തേക്കായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. 5 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്പോഴും നല്ല രീതിയിൽ ഓഫറിൽ പോകുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ കരുതിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു 3 ദിവസം കൂടെ നമ്മുടെ ഓഫർ നീട്ടാമെന്ന്. അതും 50% മാത്രമാക്കി കേട്ടോ. 50% മാത്രം നമ്മൾ ഫ്ലാറ്റ് 50 എന്നുള്ള റേറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ വന്ന് എടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക. സുർമയുടെ ഐറ്റംസിന് ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഐറ്റവും ക്വാളിറ്റി ഇല്ലാത്തതും കൊള്ളാത്തതും ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി തന്നെ എടുക്കാമല്ലോ. നിങ്ങൾ വന്ന് നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ടല്ലേ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡാമേജോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും കളർ ഫെയ്ഡോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാതെ പോവുകയും ചെയ്യാം. നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി അല്ലേ. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അയ്യോ അത് ഡാമേജ് ആയിപ്പോയി, അത് കളർ ഫെയ്ഡ് ആയിപ്പോയി, അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവുന്ന ഞാൻ പറയൂ. എൻ്റെ സ്റ്റോറിലുള്ള എൻ്റെ കുട്ടികൾ, എൻ്റെ സ്റ്റാഫിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് വേറെ ആരുടെ റിവ്യൂ ഞാൻ അങ്ങനെ പുറത്ത് കിട്ടില്ല. ഇപ്പം ഞാൻ വന്നപ്പോൾ പിള്ളേർ പറഞ്ഞതാണ്, അവർ വന്നിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു, ഇത്രയും നല്ല സാധനങ്ങളൊക്കെ എങ്ങനെ നിങ്ങളിത് ഓഫറിൽ കൊടുക്കാൻ പറ്റുന്നു, ക്വാളിറ്റിയുള്ള സാധനങ്ങളാണല്ലോ ഇതെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത്രയും സപ്പോർട്ട് തന്നത് നിങ്ങൾ മാത്രമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഓണത്തിന് എന്തെങ്കിലും ഒരു ഓഫർ തന്നില്ലെങ്കിൽ പിന്നെന്താ. അതുകൊണ്ടാണ് അത്രയും നല്ല ഐറ്റംസ് 50%-ത്തിലൊക്കെ ഞാൻ പ്രൊഡക്ഷൻ ചെയ്ത എൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ഐറ്റം പോലും ഞാൻ 50% ഓഫറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഫ്ലാറ്റ് 50 മാത്രമാണ്. അപ്പം 50%-ത്തിലുള്ള നല്ല ഐറ്റംസ് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി 3 ദിവസവും കൂടെ നമ്മൾ നീട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി നീട്ടാൻ പറ്റില്ല, കാരണം ഞങ്ങളെല്ലാം ടയേർഡ് ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം എത്താൻ ശ്രമിക്കുക. നമ്മുടെ ഓഫർ നിങ്ങൾ നോക്കുക, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി മാത്രം എടുത്താൽ മതി. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.